മഞ്ഞപ്പിത്തത്തെക്കുറിച്ച് പറയുമ്പോൾ മഞ്ഞപ്പിത്ത രോഗസാധ്യതകൾ എ ആൻഡ് ഡി എന്ന് പറയുന്നത് വെള്ളത്തിൽ കൂടെയും ആഹാരത്തിൽ കൂടെയുമാണെന്ന് പറഞ്ഞു. അത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിൽ ജോലി ചെയ്യുന്നവരോ വീട്ടമ്മമാരോ അല്ലെങ്കിൽ ഏതൊരാൾക്കും വരാവുന്ന. അതേസമയം ഹെപ്പറ്റൈറ്റിസ് ബി, സി ആൻഡ് ഡി രക്തവുമായിട്ട് കോണ്ടാക്ട്, രക്തവും ബോഡി സ്രവങ്ങളുമായിട്ട്, ശരീരത്തിലെ സ്രവങ്ങളുമായിട്ടും രക്തവുമായിട്ടും രക്തത്തിൻ്റെ പ്രൊഡക്ട്സുമായിട്ടും കോണ്ടാക്ട് വരുന്ന, അതായത് ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ, ആരോഗ്യരംഗത്തെ പ്രവർത്തകർ അല്ലെങ്കിൽ നമ്മൾ ഈ രീതിയിലുള്ള ലാബിൽ വർക്ക് ചെയ്യുന്ന ആരോഗ്യരംഗത്തെ എല്ലാ ആൾക്കാരും റിസ്കിലുള്ളവരാണ് ഈ രോഗത്തിന്. അതിനുവേണ്ടി തന്നെ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ എടുത്തിട്ട് ജോലിയിൽ കയറാവുള്ളെന്ന് നമ്മൾ നിഷ്കർഷിക്കുന്നതിൻ്റെ കാര്യം, അത് ബൂസ്റ്റർ ഡോസും ഒക്കെ കൊടുക്കാൻ ഇൻസിസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം ആരോഗ്യ പ്രവർത്തകരിൽ മെയിൻലി നമ്മൾക്ക് ഈ രോഗം വരാൻ സാധ്യത. പിന്നെ ഞാൻ പറഞ്ഞൊരു ഗ്രൂപ്പാണ് നമ്മുടെ പാർലറുകളിലൊക്കെ നടത്തുന്ന മറ്റു പല ആൾക്കാരുമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഹോട്ടലുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ ഇടപെടുന്ന ആൾക്കാർക്ക് സ്രവവുമായിട്ടുള്ള കോണ്ടാക്ട്, രക്തവുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഒക്കെ വരുന്ന ഏത് സാഹചര്യത്തിലും പകരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഹെപ്പറ്റൈറ്റിസ് എയും ഇയും നമ്മൾ ആഹാരവും ജലവും മുൻകരുതൽ എടുക്കുന്ന പോലെ തന്നെ ബ്ലഡ് ബോൺ പ്രോഡക്ട്സ്, ബോഡി സെക്രീഷൻസ്, പിന്നെ ഡ്രഗ് അബ്യൂസേഴ്സ്, അതായത് ഇൻട്രാവീനസ് സിറിഞ്ചസ് ആൻഡ് നീഡിൽസ് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ വളരെ ശ്രദ്ധ ചെലുത്തേണ്ട കാര്യമുണ്ട്. ബി, സി, ഡി ആ വഴിക്ക് ആ റൂട്ടുകളിൽ കൂടെ പകരാതിരിക്കാൻ.